എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ നമ്മുടെ PC ജോർജ് ഓടിപ്പോയത് BJP-യിലേക്കായിരുന്നു. അവിടെ എത്തിയാലെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗം നമ്മുടെ PC സഹിച്ചു. സ്വന്തം പാർട്ടിയെ വരെ BJP-യിൽ ലയിപ്പിച്ചില്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ PC-നെ എല്ലാരും കൂടെ കറിവേപ്പിലാക്കി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നമ്മുടെ PC ജോർജിന് ഉണ്ടായിരുന്നത്. ജനപക്ഷം പാർട്ടി ഇനി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു, മോനെയും മറ്റണികളെയും കൂട്ടി BJP-യിൽ ചേരുന്നു, മോദി സ്തുതി ഇടയ്ക്കിടെ ഉരുവിടുന്നു, അവസാനം ബീഫ് കഴിക്കണത് ഒഴിവാക്കാണെന്ന് വരെ പറഞ്ഞില്ലേ. ഇത്രയും വിശാല മനസ്കനായ PC നിങ്ങളാരും മനസ്സിലാക്കാണ്ട് പോയില്ലേ? ചതിച്ചില്ലേ എല്ലാരും കൂടെ ആ പാവത്തിനെ? ഇവിടെ ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റി എന്നൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത്. വളരെ ചെറുപ്പമാണ്, കോൺഗ്രസിന് അടുത്ത കാലത്ത് BJP ചേർന്ന ആളാണ്. എങ്ങനെ നടന്നിരുന്ന PC ആയിരുന്നു, എന്തൊരു ഉഷാറായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, പാവം നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കണു. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോ തൊട്ട് മൂപ്പര് ഇങ്ങനെയാ. പണ്ടത്തെ ആ കളിയും ചിരിയും ചീത്തവിളിയും ഒന്നുമില്ല, ആകെ മൊത്തത്തില് ശോകമുഖാണ് കാര്യങ്ങള്. ജയിക്കുന്നുള്ള ആർക്കാ തർക്കം? അത് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും. ശരിക്കും എന്തുട്ടാ PC പറ്റിയേ? എവിടെ നമുക്ക് പിഴവ് പറ്റിയത്? ആരായിരിക്കും പാര വെച്ചിട്ടുണ്ടാവുക? അപ്പോൾ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മുടെ പിണറായി വിജയനാണ്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആകരുതെന്ന് ആഗ്രഹിച്ചു. എനിക്കറിയാം. അന്ന് വെള്ളാപ്പള്ളി എന്തൊക്കെയാ ഞങ്ങളുടെ PC-നെ പറ്റി പറഞ്ഞത്. ഒരു പ്രസക്തി ഇല്ലാത്ത നേതാവ്, BJP-ക്ക് ഗുണം ഉണ്ടാവില്ല, PC-യെ സ്ഥാനാർത്ഥിയാക്കിയാൽ BJP-ക്കാർ പോലും വോട്ട് ചെയ്യില്ല, എന്തൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ സന്തോഷമായി ഉണ്ടാവൂലേ? അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന PC ജോർജിൻ്റെ നിർവിഘട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ്. PC ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. BJP അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ BJP-യുടെ നിലവാരം വരെ താഴ്ന്നുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല BJP-ക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. എല്ലാം പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ. ഞങ്ങളുടെ PC അവിടെ നെഞ്ച് പൊട്ടിയിട്ടാണ് ഇരിക്കണത്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? PC-യുടെ കണ്ണിൽ വെള്ളാപ്പള്ളി മോനും പിണറായി മാത്രമാണ് ഇതിനൊക്കെ കാരണം. ബാക്കി എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ പേര് ആരുടെയായിരുന്നു? PC ജോർജിന്റെ. അല്ലാണ്ടാര്? ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് പത്തനംതിട്ടയുള്ള ആള്. ഒന്നാമത്തെ പേര് PC പറയും, രണ്ടാമത്തെ ആള് PC പറയും, മൂന്നാമത്തെ അത് PC പറയും. അങ്ങനെ പറഞ്ഞ BJP-യുടെ RSന്റെ നേതാക്കന്മാരുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ ജോർജേട്ടാ. മനസ്സിലപ്പോ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനും അത് അവരെ എങ്ങനെ പറയപ്പെടുന്നത് എൻ്റെ മനസ്സിലൊരു ആയാൽ എന്താ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ചില നീക്കങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇവിടുത്തെ പെന്റിക്കോസ്റ്റ് വിഭാഗങ്ങൾ, അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം, അവിടുത്തെ CSI, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാൻ ഇടയായി. കരയില്ല ജോർജേട്ടാ, ഇവരൊന്നും PC അർഹിക്കണില്ല, അങ്ങനെ കരുതിയാൽ മതി. എന്നാലും മത നേതാക്കളെയൊക്കെ കണ്ട് വോട്ട് ഉറപ്പിച്ചിട്ട് അവസാനം സീറ്റില്ല എന്നറിയുമ്പോ അപ്പൊ അവൻ തോരം വിഷമിച്ചിട്ടുണ്ടാവും. എല്ലാ സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണില്ലേ? ഇനിയിപ്പോ എന്തിട്ട് പറഞ്ഞിട്ട് കാര്യം? സീറ്റ് കയ്യിൽ നിന്ന് പോയില്ലേ? അനിൽ ആന്റണി എങ്ങനെയാ, കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണോ? പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നവരില്ല, അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതലുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് വിഷമം കാണും. അവരുടെ വിഷമം ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഞാൻ അവിടെ വിജയിക്കും. അനിൽ ആന്റണിയുടെ കോൺഫിഡൻസ് ഉണ്ടോ ജോർജേട്ടാ? അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? ഞാൻ എന്ത് പറയാം, എനിക്ക് ഈ അനിൽ ആന്റണിയെ പറ്റി ഒരു ബന്ധവും ഇല്ല. ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് യോഗത്തിൽ കണ്ടു എന്നുള്ളതല്ല, അതിൽ കൂടുതൽ ബന്ധം എനിക്കില്ല. പിന്നെ അതിന് മുമ്പ് ഡൽഹി വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതല്ലാതെ അയാളെ കഴിവുകളെപ്പറ്റി പറയാൻ എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിയത്തില്ല. അനിൽ ആന്റണിയെ PC ജോർജിനെ അറിയ പോലുമില്ല. എവിടെയോ 2 തവണ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് അനിൽ ആരാ എന്താ ഒന്നൊന്നും അറിയില്ല. PC സത്യം മാത്രം പറയുന്ന ആളാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യാം. ശ്രീ PC ജോർജും അദ്ദേഹത്തിന്റെ കുടുംബവും ചെറുപ്പം മുതൽ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നൊരു കുടുംബമാണ്. അദ്ദേഹം പറഞ്ഞു വന്നാൽ നമ്മുടെ ഒരു ബന്ധുവാണ്. അനിൽ ആന്റണിക്ക് ചെറുപ്പം മുതലേ അറിയണ ആളാണ് PC എന്ന്. പോരാത്തിന് ബന്ധുക്കളും കൂടിയാണ്. ഈ അനിൽ ആന്റണിയാണോ കണ്ടിട്ടേ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞത്? സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ ദേഷ്യവും സങ്കടവും ഇങ്ങനെ തീർത്തിട്ടാവൂല്ലേ PC-യെ? അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയല്ല എന്നുള്ള PC-യുടെ അഭിപ്രായം അപ്പൊ ആരും വക വെക്കണില്ല എന്ന് സാരം.
PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ? അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കും. അദ്ദേഹത്തിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലമാണ്, അദ്ദേഹമല്ലേ പരിചയപ്പെടുത്തേണ്ടത്. സ്വാഭാവികമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ ദോഷകൃത്തുക്കളാവില്ല. നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫാണ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് അങ്ങനെ വലിയൊരു നഷ്ടബോധമുണ്ട് എനിക്ക്. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകൻ. പക്ഷേ AK ആന്റണി കോൺഗ്രസ്സാണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പൻ്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. PC പാവം, ഇതന്നെ എത്ര തവണ പറയണം. അനിൽ ആന്റണീനെ മണ്ഡലം മുഴുവനും പരിചയപ്പെടുത്തി ഇനി എപ്പോൾ പ്രചാരണം തുടങ്ങാനാണ്? PC-നെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ടഫ് സ്റ്റെപ്പ് ഒന്നും എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പത്തനംതിട്ട പാർലമെന്റ് നിയമമണ്ഡലത്തിലെ BJPയുടെ RSS നേതാക്കന്മാർ അവരുടെ അഭിപ്രായം രൂപീകരിച്ചപ്പം ഒരു 195 പേരും PC ജോർജ് എന്ന് പേര് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പേര് രംഗത്ത് വന്നേ. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല, എന്നെ വിശ്വസിച്ചോളൂ. പത്തനംതിട്ട പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അവസാനം ഒരു ലോക്സഭാ MP അവിടുത്തെ പത്തനംതിട്ടയുടെ ശബ്ദമായി പാർലമെന്റിൽ സംസാരിക്കുക. ഒരു കാര്യം കേട്ടോ PC, തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കട്ട, തിരിച്ച് നല്ല പണി കിട്ടുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല, ബാക്കി പിന്നീട് പറയാം. ഹായ് സുരേന്ദ്രൻജി അപ്പോഴത്തേക്കും സീരിയസ് ആയ. PC അതൊക്കെ ചുമ്മാ പറഞ്ഞതാണെന്നേ. PC ജോർജ് ഇപ്പൊ അനിൽ ആന്റണിയായിട്ട് മച്ച ബന്ധല്ലേ, കളിയും ചിരിയും ലഡ്ഡു കൊടുപ്പൊക്കെയാണെന്ന്. ഇപ്പൊ നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല കേട്ടോ ഇപ്പൊ PC നിലപാട് മാറ്റിയത്. ഞങ്ങളുടെ PC വർഷങ്ങളായിട്ട് പറയണ കാര്യം മാറ്റി പറയണ ആളാണ്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളുടെ PCക്ക് പുത്തരിയല്ല. ഞാൻ സത്യം പറയാറുള്ളൂ, അല്ല നുണ പറയുന്ന ഇടപാട് എനിക്കില്ല. അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ഡൽഹിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ BJPയുടെ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നീങ്ങിയിരുന്ന ആളാണ്. ഇതിനൊക്കെ അപ്പുറത്തായിട്ട് AK ആന്റണിയുടെ മകനാണ്. കേട്ടോ, ഇതിനെയാണ് മലക്കം മറിച്ചിൽ എന്ന് പറയാ. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആരാണ് അനിൽ ആന്റണി? ആർക്കും അറിയാത്ത ആള്, ജയിക്കാൻ പാടുപെടും. എന്നിട്ടിപ്പോ എന്തായി? അനിൽ ആന്റണി മുത്താണ്, ചങ്കാണ്, സൂപ്പറാണ്. അല്ല PC-യെ, നിങ്ങൾക്ക് വേണ്ടി മത നേതാക്കളൊക്കെ സപ്പോർട്ട് തരും, അവരെയൊക്കെ പോയി കണ്ടു എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ സപ്പോർട്ട് അനിൽ ആന്റണിക്ക് കിട്ടുമോ? അല്ല, അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാൻ വളരെ ഡയറക്റ്റ് ബന്ധമാണ്, അതുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ മൂവ്മെൻറ്റിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ പാരമ്പര്യമൊന്നും എനിക്കില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് PC പഴയ PC തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത് സീറ്റ് നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി അനിൽ ആന്റണിക്ക് വേണ്ടി PC വോട്ട് ചോദിക്കുന്ന കാഴ്ചയാണ്. എല്ലാം താങ്ങാനുള്ള ശക്തി PC ജോർജിന് മോദിജി കൊടുക്കട്ടെ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.